ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഹൽവയാണ്, ഏത്തപ്പഴം വെച്ചിട്ടുള്ളൊരു ഹൽവ. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 1/2 കിലോ ഏത്തപ്പഴം പുഴുങ്ങി അതിലെ നാരൊക്കെ കളഞ്ഞതാണ്. പിന്നെ വേണ്ടത് 3 ക്യൂബ് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്, നെയ്യ്, കുറച്ച് തേങ്ങ, അണ്ടിപ്പരിപ്പ്, 3 ഏലക്കായുടെ തൊലി കളഞ്ഞത്, പിന്നെ ഇത് 1.5 ടീസ്പൂൺ കോൺഫ്ലോറും 1.5 ടീസ്പൂൺ അരിപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. ഇനി ഇതെല്ലാം ചേർത്ത് എങ്ങനെയാണ് ഏത്തപ്പഴം ഹൽവ തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യം പഴവും ഉരുക്കിയ ശർക്കരയും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്ത് വരാം. പാത്രം അടുപ്പിൽ വെച്ച് ചൂടായാൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ കൊത്തി അരിഞ്ഞതും അണ്ടിപ്പരിപ്പും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് വറുത്ത് കോരാം. ഇതേ നെയ്യിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ശർക്കരയും ഏത്തപ്പഴം അരച്ച മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. മിക്സ് ചെയ്ത് കുറുകി വരുന്നത് വരെ നന്നായി വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവറും അരിപ്പൊടിയും കലക്കിയ മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി ഇടയ്ക്കിടെ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്തത്. ഇനി കുറച്ചുകൂടി കുറുകി വരുമ്പോൾ 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യുക. പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയമാവുന്നത് വരെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നെയ്യും ഏത്തപ്പഴവും ശർക്കരയും ഒക്കെ ചേർന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഏലക്കായും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലായിടത്തേക്കും നന്നായി മിക്സ് ചെയ്യുക. കുറച്ചുകൂടി കുറുകി വരുമ്പോൾ 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം മുറിച്ചെടുക്കാം. ഇനി തീ ഓഫ് ചെയ്യണ്ട. ഇതൊന്ന് തണുത്ത് വരട്ടെ.
ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ അടിപൊളി ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മുറിച്ചെടുത്ത് കാണിക്കാം. ഇനി ഞാനിത് മുറിക്കാം. നല്ല ടേസ്റ്റി ഹൽവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.